വരാൻ പോകുന്ന അതായത് 29-ാം തീയതി റിലീസ് ആവാൻ പോകുന്നത് ഒരു 3-4 പാട്ടുകൾ എൻ്റെ റിലീസ് ആകാനുണ്ട്. സലാം സെയ്തൽ എന്ന് പറയുന്ന സോങ് ഷാഹിദ് ഒരുപാട് ആളുകളോട് പാടിക്കാൻ ശ്രമിച്ചിട്ട് പാടിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ചോദ്യം കൂടി ചോദിച്ചോട്ടെ, ഹിബയ്ക്ക് സിംഗർ ആവാനാണോ കൂടുതൽ താല്പര്യം, സപ്പോർട്ടാണ്? ഇനി അഭി എത്താൻ പോകുന്ന ഒരു വിശേഷം പറയട്ടെ. ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് പ്രവാസ ലോകത്തും ഇന്ത്യയിലും എവിടെയും വന്നിട്ടുള്ളത് ഒരൊറ്റ പാട്ടാണ്, ഏറെ മജ്ബൂറായി നിന്നെ കാത്ത് കാത്ത് ദുനിയാവേ. ജീവിതത്തിലെ ഒരു ഇൻവെസ്റ്റ്മെന്റ് വാങ്ങിക്കൊടുത്തതിന്റെ പേരിലുണ്ടായ ആളുകളുടെ ഇത് ചീത്തപ്പേര് വന്നൊരു സംഭവം. ആൽബം അത് കാണുന്ന ആളുകളൊക്കെ പറയും, ബഷീറൊക്കെ പടുത്ത് പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ ജീവിതത്തില് എന്റെ കഥയാണ് അത് പറയും. അപ്പൊ എല്ലാവർക്കും അങ്ങനത്തെ അനുഭവങ്ങളുണ്ട്. അതിന്റെ പാർട്ട് 2 വരുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഒരു ഗെയിം എന്ന് പറഞ്ഞിട്ട് നല്ല ഒരു ഒരു ഇന്ത്യനെ കുറിച്ചുള്ള വലിയൊരു സംഭവങ്ങളാണ്. ഒരു 5 പിന്നെ പിന്നണി നമ്മൾ നടക്കാൻ പോകുന്നത്. ചെറിയ ചെറിയ കഥകളല്ലാണ്ട് വലിയൊരു സ്ക്രിപ്റ്റ് എഴുതി അതുണ്ട്. ശരിക്കും ഒരു ഞാൻ പറഞ്ഞല്ലോ, എന്റെ പ്രൊജക്ട് പറഞ്ഞാല് 3-4 വർഷം മുന്നേ പിന്നെ മകന്റെ ഒരു 4-5 ശരിക്കും തിരക്കഥ എഴുതിയത് ഞാൻ ശരിക്കും എന്റെ അനുഭവം അതുപോലെ തന്നെ കുറച്ച് കഥകൾ വെച്ചിട്ട് 101ഓളം കഥകൾ എഴുതി വെച്ചിട്ടുണ്ട്. അത് പുസ്തക രൂപത്തിൽ. അതിൽ പെട്ടുന്ന കുറച്ച് സാധനങ്ങളാണ് സത്യത്തിൽ ഇത് ചെറിയ ചെറിയ സാധനങ്ങളായിട്ട് ഇറങ്ങുന്നത്. അപ്പൊ അത് സത്യത്തിൽ പുസ്തകമാക്കാനായിരുന്നു പ്ലാൻ. എനിക്ക് ഷാഹിദിനെ കിട്ടിയപ്പോഴാണ് അതിൽ ഞാൻ പറഞ്ഞ ഗെയിം എന്നാണ് സാധനമൊക്കെ പുസ്തകത്തിൽ നിന്നുള്ള ഓരോ അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 101 സിനിമ എങ്കിലും വരാനുള്ള ഒരു സാധ്യതകൾ കാണാം. 101 കഥകൾ. ഇപ്പൊ ഈ കാസർഗോഡ് ഖത്തറിന് ശേഷം അടുത്ത സിനിമ നമ്മൾ ഇറക്കാൻ ഉദ്ദേശിക്കുന്നത് OTT നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ ഇത്തരത്തിലുള്ള സിനിമകളും ക്യൂ മെലോഡിയുമായിട്ടുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് ഖത്തറിൽ ക്യൂ മെലോഡിയുടെ ബാനറിലാണ് ഈ ഷോർട്ട് ഫിലിമുകളൊക്കെ പുറത്തിറക്കുന്നത് എന്നുള്ളതാണ്. ക്യൂ മെലോഡിയും ഈ സിനിമയും തമ്മിലുള്ള ബന്ധം എന്നാണ് ഇത്. അതേപോലെ തന്നെ ജലീൽക്ക കഴിഞ്ഞ ഒരു പരിപാടിയുടെ ഒരു വേദിയിൽ വെച്ച് ഞാൻ ഇത്തരം കാര്യങ്ങളൊന്നും ഇവിടെ പറയാറില്ല. ഞാൻ ജലീൽക്ക അറേബ്യൻ ഊട്ടുപുരയില് അതിലെ നായകനാണ് അബി. അല്ല ഞാൻ ചെയ്തു പോയി. ഞാൻ ജലീൽക്ക ഇപ്പൊ പിന്നെ ഒരു കാര്യം പറഞ്ഞല്ലോ, ഇങ്ങനെ ജലീൽക്കപ്പ് നേരത്തെ പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു. മകൻ കാരണം റൗഫ്ക മകളെ പിന്നെ ഗായികയാക്കണം എന്ന് ആഗ്രഹിച്ചു. പിന്നെ ഉപ്പാന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മകളും അതിന് ശ്രമിച്ചു. അങ്ങനെ എത്തി നിൽക്കുക. ജലീൽക്ക പറയുന്നു, ജലീൽക്ക ഇത്തരത്തിലുള്ള ഈ എഡിറ്റിങ് അതുപോലെ തന്നെ ഷൂട്ടിംഗ്, ക്യാമറ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആണ് മകനെ ചെയ്യിപ്പിക്കാൻ വേണ്ടി താല്പര്യം. ഞാൻ കഴിഞ്ഞ ദിവസം ജലീൽക്ക ഒരു പരിപാടിയിൽ, ഒരു പൊതുപരിപാടിയിൽ വെച്ചിട്ട് ജലീൽക്ക പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. ഈ അഭിനയിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ജലീൽക്ക പറഞ്ഞ്, ഞാൻ എത്രയോ പൈസ മുടക്കിയിട്ട് അവനെ ക്യാമറ വാങ്ങിക്കൊടുത്ത് അവനെ ഞാൻ എഡിറ്റിങ് പഠിപ്പിച്ച് ഇതെല്ലാം ചെയ്ത്, പക്ഷെ ഇന്ന് വരെ നിന്റെ ഒരു വീഡിയോ എടുക്കാനൊന്നും സമയമില്ല. അല്ലേ? ശരിയല്ല? ഒരു ടിക്ടോക്കിൽ ഇടാനെങ്കിൽ ഒരു വീഡിയോ എടുക്കാന് ഓന് സമയമില്ല. ഇതൊക്കെ ഞാൻ ഓന് ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതിന്റെ ശേഷമാണ് ജലീൽക്ക അതിന് പറ്റിയ ആള് എന്നുള്ളതാണ്. ഞങ്ങളുടെ ആദ്യത്തെ ആൽബം, അതായത് മദീന കാണാതെ കണ്ണടച്ചുള്ള ആദ്യത്തെ ആൽബം, അത് ക്യാമറ ചെയ്തത് പുള്ളിയുടെ സിബിനാണ്. എഡിറ്റിങ്ങും അതിന്റെ എല്ലാം ചെയ്ത് ശരിക്കും പരസ്യത്തിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഒരു സംഭവം ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ പരസ്യത്തിൽ ഇപ്പൊ നല്ല വർക്ക് കിട്ടുന്നത്. ക്യൂ മെലോഡിയുടെ 5ാം വാർഷികത്തോടനുബന്ധിച്ച് അതുപോലെ തന്നെ പെരുന്നാളാണ്, വലിയ പെരുന്നാൾ വരുന്നു. അതിനോട് അനുബന്ധിച്ചിട്ട് ഈ മാസം 29-ാം തീയതി വൈകിട്ട് 5 മണി മുതൽ നമ്മുടെ ICC അശോക ഹാളിൽ വെച്ചിട്ടാണ് ക്യൂ മെലോഡിയ എന്റർടൈൻമെന്റ്സിന്റെ ഈദിൻ ഇസ 2.0 എന്ന ഈ ഒരു പരിപാടി അരങ്ങേറുന്നത്. താങ്കൾ അതിന്റെ പ്രോഗ്രാം ഡയറക്ടറാണ്. എന്തൊക്കെ പരിപാടികളാണ് ഈ ഒരു ഇതിലേക്ക്, ഇപ്പൊ നമുക്കറിയാം, അതിലേക്ക് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നാട്ടിൽ നിന്ന് എത്തിയിട്ടുള്ള ഒരു ഗസ്റ്റ് ആയിട്ട് നമ്മുടെ ഫിറോസ്ക ഒക്കെ വരുന്നുണ്ട്, ഹിബ ഉണ്ട്. അതുപോലെ തന്നെ ഖത്തറിലെ പ്രമുഖരായിട്ടുള്ള പ്രശസ്തരായിട്ടുള്ള പ്രൊഫഷണൽ സിംഗേഴ്സ് ഒക്കെ ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. വേറെ എന്തൊക്കെ കാര്യങ്ങളാണ്, അതായത് ഈ സംഗീത നിശയല്ല മറ്റ് എന്തൊക്കെ പരിപാടികളാണ്? കോൽക്കളി, അതുപോലെ തന്നെ 2 ഒപ്പന, ഡാൻസുകള്, ക്ലാസിക്കലും അതുപോലുള്ള മറ്റുള്ള പരിപാടികളൊക്കെ ഉണ്ട്.
പിന്നെ നമ്മുടെ മറ്റേ ഫ്ലവേഴ്സ് ടിവിന്റെ ഫെയിം ആയിട്ടുള്ള ഒരു 3 ചെറുപ്പക്കാരുണ്ട് അവിടെ. അവരുടെ ഒരു മിമിക്രി സ്പോട്ട് ഡബിങ് അത് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഈ സ്പോട്ട് ഡബിങ്, മിമിക്രി എന്നുള്ള ഈ സാധനങ്ങളൊക്കെ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള വേദികളിൽ വളരെ അപൂർവമായിട്ട് ഉണ്ടാവുന്നതാണ്. കാരണം അവിടെ ഉള്ള പ്രോപ്പർട്ടീസ് വെച്ചിട്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ഡാൻസ് ആയാലും ഒപ്പനയായാലും ഒക്കെ ഇവിടുത്തെ പ്രൊഫഷണൽ ടീമിനെയാണ് ഞങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പൊ അത് അത്രയും ഭംഗിയാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു പ്ലാനിങ്. ഈ പ്രോഗ്രാം ആളുകൾ ഒരിക്കലും മറക്കരുത്. കാരണം ഈ ഒരു പെരുന്നാള് അത് ആളുകൾ മറക്കാൻ പാടില്ല. ഇവ മുന്നേ പറഞ്ഞ പോലെ കാസർഗോഡ് വട്ടുള്ള ഒരു സോങ് പാടി എന്ന് പറഞ്ഞു. ഇനി പുതിയ പ്രൊജക്ട് എന്താണ് ഉള്ളത്? ഇനി പുതിയ കുറച്ച് പ്രൊജക്റ്റ് ഉണ്ട്. ഒന്നിപ്പം ഒരു ആൽബം ഇനി റിലീസ് ചെയ്യാനുണ്ട്. 29-ാം തീയതി തന്നെ മൈലാഞ്ചി കല്യാണം എന്നുള്ള പാട്ട്. പിന്നെ ഫിറോസ്കയുടെ കൂടെ തന്നെ എനിക്ക് ഒരു സിനിമയിലൊക്കെ പാടാനുള്ള ഒരു അവസരം കൂടി ഇതിൽ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ അതിഥികൾ എന്ന് പറയുന്നത് ചലച്ചിത്ര പിന്നണി ഗായകരാണ്. ഇനി നമ്മള് ആൽബം അല്ലെങ്കിൽ ഗായകർ, സ്റ്റേജ് പെർഫോമേഴ്സ് എന്നുള്ള കാര്യം ഒന്ന് മാറ്റി വെക്കുക കുറച്ചു നേരത്തിൽ. ചലച്ചിത്ര പിന്നണി ഗായകർ എന്നുള്ള ലെവലില് പറയാം. അപ്പം അങ്ങനത്തെ കുറച്ച് പ്രൊജക്ട് പെൻഡിങ് ആണ്. ഇനി വരാൻ പോകുന്നത്, അതായത് 29-ാം തീയതി റിലീസ് ആവാൻ പോകുന്നാല് ഒരു 3-4 പാട്ടുകൾ എൻ്റെത് റിലീസ് ആകാനുണ്ട്. അതിൽ ഒരു 3 പാട്ട് തന്നെ ഫിറോസ്ക ഡയറക്റ്റ് ചെയ്തിട്ടുള്ള പാട്ടുകളാണ്. അതില് പാടാൻ പറ്റിയത് ഫിറോസ്ഖന്റെ കൂടെ തന്നെ ഒരു ഡ്യൂറ്റ് എനിക്ക് അതിനകത്തുണ്ട്. അതന്നെ ഒരുപാട് സന്തോഷം ഫിറോസ്ഖന്റെ കൂടെ പാടാൻ പറ്റിയതിലും. പിന്നെ അതുപോലെ തന്നെ എനിക്ക് നല്ലൊരു മെലഡി ആയിട്ടുള്ള ഒരു സോങ് ഫിറോസ്ഖ തന്നിട്ടുണ്ട്. ആ പാട്ടും അതുപോലെ തന്നെ ഒരുപാട് സന്തോഷം. അങ്ങനത്തെ കൂടുതൽ കൂടുതൽ അവസരങ്ങൾ സിനിമയിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ മുന്നോട്ട് തന്നെ പോകാനായിരിക്കും അല്ലേ? അതുപോലെ തന്നെ ഏറ്റവും ഇപ്പം റീസെന്റ് ഇറങ്ങിയിട്ടുള്ള ചില ആൽബങ്ങൾ, സലാം സെയ്ദര എന്ന് പറയുന്ന ഒരു സോങ് കാണുന്നുണ്ടായി. അത് പെട്ടെന്ന് തന്നെ സോഷ്യൽ മീഡിയ ഒന്നടങ്കം കീഴടക്കി പോയിട്ടുള്ള ഒരു സാധനമാണ്. അതുപോലെ തന്നെ പല വേദികളിലും ഹിബയുടെ പാട്ടുകൾ കാണാറുണ്ട്. ഈ ഹിബയുടെ പാട്ടുകൾ ഹിബയ്ക്ക് ഏത് ടൈപ്പ് ഓഫ് ജോണർ അങ്ങനെയുണ്ടല്ലോ. കാരണം പലപ്പോഴും പല വേദികളിലും നമ്മൾ കാണുന്ന സമയത്ത് ഒന്നുകിൽ ഒരു പർദ്ദയൊക്കെ ഇട്ട് മഫ്റ്റയൊക്കെ കുത്തിയിട്ട് പാടുന്ന പാട്ട് ചിലപ്പം ഏറ്റവും ഹൈ ബീറ്റുള്ള ഫാസ്റ്റ് നമ്പർ സോങ് ആയിരിക്കും ഹിബ പാടുന്നത്. അതേപോലെ തന്നെ ഭക്തിഗാനങ്ങളും ഇതെല്ലാം പാടുന്നുണ്ട്. അപ്പോ എപ്പോഴെങ്കിലും ഇത്തരത്തിലുള്ള ഫാസ്റ്റ് നമ്പർ സോങ്സ് എടുക്കുന്ന സമയത്ത് ഇപ്പൊ നമ്മളെ പിന്നെ പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഫിറോസ്ഖാക്കൊക്കെ നന്നായിട്ട് അറിയാം. ആ ഇരിക്കുന്ന ഓഡിയൻസിനെ ഒരു ഗായകൻ ഒരു പാട്ട് പാടുമ്പോൾ തന്നെ ആ ഇരിക്കുന്ന ഓഡിയൻസിന്റെ വൈബ് എന്താണ് അല്ലെങ്കിൽ അവരെന്താണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് ഒരു ഗായകന് മനസ്സിലാവും, പെട്ടെന്ന് എടുക്കും. അങ്ങനെ എടുക്കുന്ന സമയത്തായിരിക്കും ഒരു ഗായിക അല്ലെങ്കിൽ ഒരു ഗായകൻ അടുത്തത് എന്തായിരിക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത് ഒരു ഫാസ്റ്റ് നമ്പർ. അങ്ങനെ ആവുമ്പോൾ ഈ ഒരു ഫാസ്റ്റ് നമ്പറിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്റ്റേജ് പെർഫോം ചെയ്യുമ്പോൾ ചിലപ്പോൾ ചിലർ ഡാൻസ് കളിച്ചിട്ടൊക്കെ പാട്ട് പാടുന്നവരുണ്ട്. ഓഡിയൻസിലേക്ക് ചാടി ഇറങ്ങിയിട്ട് പിന്നെ പെർഫോം ചെയ്യുന്ന ആളുകളുണ്ട്. അങ്ങനെ ഒക്കെ തോന്നിയിട്ടുണ്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്? കാരണം അപ്പം ഇങ്ങനെ കടന്നു വരികയാണല്ലോ, അത്തരത്തിലുള്ള ഒരു പെർഫോം ഒക്കെ ചെയ്യാൻ. തീർച്ചയായിട്ടും എനിക്ക് ഇനിയും വലിയ വലിയ സ്റ്റേജുകൾ കയറണമെന്നാണ് ആഗ്രഹം. ഞാൻ എപ്പോഴും പാട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു മെലഡി പാട്ട്, ഒരു കുറച്ച് ബീറ്റുള്ള പാട്ട്, ഒന്ന് ഒരു ബീറ്റും കുറച്ച് മെലഡി, അങ്ങനത്തെ ഒരു പാട്ട് ഫസ്റ്റ് ഞാൻ എപ്പോഴും പലയിടത്ത് പറയും, ആദ്യം തന്നെ എനിക്ക് പാട്ട് പാടാനുള്ള ചാൻസ് തരരുത് പോയത്. കാരണം എനിക്ക് ആദ്യം ഓഡിയൻസിനെ വാച്ച് ചെയ്യണം, എന്താണ് ഓഡിയൻസിന്റെ നിലപാട് എന്നുള്ളത്. ചില സമയത്തൊക്കെ ഞാൻ പാട്ട് പാടുമ്പോൾ ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, ആൾക്കാരൊക്കെ മരിച്ച വിട്ടു പോയിരിക്കുന്ന മാതിരിക്കും. അതെനിക്ക് ഭയങ്കരമായിട്ട് വിഷമം. കാരണം ഞമ്മക്ക് പാടാനുള്ള കോൺഫിഡൻസ് തരുന്നത് ഓഡിയൻസിന്റെ അടുത്തുനിന്നാണ്. ആ ഓഡിയൻസ് ഒരു ഇതില്ലാതെ ഇരിക്കുമ്പോ പാടാനുള്ള ഒരു ഇൻട്രസ്റ്റ് പോകും. അപ്പൊ അങ്ങനെ തന്നെ ഇരിക്കുന്നതാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ പാട്ട് തന്നെ ആ ഓഡിയൻസിനെ ഒരു വൈബിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ ആ സിംഗർ ചിലപ്പോ പിന്നെ ചില നൃത്ത ചുവടുകളൊക്കെ വേദിയിൽ കാണിക്കേണ്ടതായിട്ട് ഉണ്ടാവുമല്ലോ. അങ്ങനത്തെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അതിനും ഹിബ തയ്യാറാണോ എന്നുള്ളതാണ്. അങ്ങനെ തുള്ളാനൊന്നും വലിയ ലൈക്കില്ല. എന്നാലും ചെറുതായിട്ടൊക്കെ ഒന്ന് ആൾക്കാരെ കയ്യിലെടുക്കാനുള്ള ടൈപ്പ് ഓഫ്
ഒരു ചെറിയൊരു അപ്പോ സ്കിൻ എന്നാൽ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ചോദ്യം കൂടി ചോദിച്ചോട്ടെ. ഹിബയ്ക്ക് സിംഗർ ആവാനാണോ കൂടുതൽ താല്പര്യം അതോ സിംഗർ കം സ്റ്റേജ് പെർഫോമർ ആകാനാണോ കൂടുതൽ താല്പര്യം എന്ന് ചോദിച്ചാൽ ഏതാണ് ചൂസ് ചെയ്യുക? സിംഗർ ആവാനല്ല. സിംഗർ ആകാനാണ് താല്പര്യം. നല്ലൊരു ഉത്തരമാണ്. കാരണം എന്താണെന്ന് വെച്ചാല് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മലയാളത്തിന്റെ വാനമ്പാടി എന്ന് വിശേഷിപ്പിക്കുന്ന ചിത്ര ചേച്ചി ഇന്ന് വരെ ഒരു സ്റ്റേജിൽ ഒരു ഡാൻസും കളിച്ചതായിട്ട് നമ്മൾ ആരും കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല. അവരുടെ ശബ്ദത്തിന് അവരുടെ എന്റെ സംഗീതത്തിന് ആഗ്രഹം അതിന് അതല്ല, എന്നെ ആളറിയണമെന്നില്ല, എന്റെ ശബ്ദം ഈ ലോകത്ത് മുഴുവൻ. ഞാൻ അതാണ് അതിന്റെ കറക്റ്റ് ആൻസർ. കാരണം ഇന്ന് പലവർക്കും ഒരു ധാരണയുണ്ട് പല സിംഗേഴ്സിനും. അത് ചിലപ്പം എനിക്ക് തോന്നിയതായിരിക്കാം, ചിലപ്പോൾ ശരിയായിരിക്കാം, ചിലപ്പോൾ തെറ്റായിരിക്കാം. അതായത് ഒരു പാട്ട് പാടുമ്പോൾ അത് വൃത്തിക്ക് അത് കേൾക്കുന്ന ആൾക്ക് ആസ്വദിക്കാവുന്ന രൂപത്തിൽ പാടുക എന്നുള്ളതിന്റെ അപ്പുറത്തേക്കായിട്ട് ആ സ്റ്റേജിൽ കിടന്നിട്ട് ഞാൻ ഡാൻസ് കളിച്ചാലേ ഇത് പാട്ടാവുള്ളൂ എന്നുള്ള ചില തോന്നലുകൾ. വേറൊന്നുണ്ട് അഭിയ, ഇവ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാറില്ല. അതാണ് ഇവ പാട്ടാരും ഇതിലേക്ക് എത്തിപ്പെടാത്തത്. അതെ. ടിക്ടോക്ക് ആയാലും ഇൻസ്റ്റാഗ്രാം ആയാലും ഫേസ്ബുക്ക് അങ്ങനത്തെ ഒന്നും ഉപയോഗിക്കാറില്ല ഇവ. ഹിബ, ഇന്നത്തെ കാലഘട്ടത്തില് ഇപ്പം 2026 അപ്പൊ ഇന്ന് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്ത ആളുകൾ വളരെ ചുരുക്കമുള്ളൂ. ഹിബയെ പോലെ ഒരു പെൺകുട്ടി സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഇതാണ്. കൊച്ചു കുട്ടികൾ പോലും ഇന്ന് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതാണ്. 3 വയസ്സ് 2 വയസ്സൊക്കെ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഒക്കെ കൈകാര്യം ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാല് നമ്മൾ വരെ ഇങ്ങനെ സ്തംഭിച്ചു നിന്ന് പോകുന്നൊരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പൊ ഇത്രയും ഇതായിട്ട് നല്ല രീതിയിൽ പാടുകയും പെർഫോമൻസ് ചെയ്യുന്ന ഒരാൾക്ക് സോഷ്യൽ മീഡിയ ഇല്ല എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത് എന്താ പറയാ ഭയങ്കര അത്ഭുതം തന്നെയാണ് ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തില്. അപ്പൊ എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? ഇതന്നെ, എനിക്ക് സോഷ്യൽ മീഡിയയിലോട്ടേക്ക് തീരെ താല്പര്യമില്ല. പണ്ട് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, എനിക്ക് ഫേമസ് ആവണം, പാട്ട് പാടണം, എല്ലാവരും അറിയണം, എനിക്ക് ശ്രേയ ഘോഷാലിനെ പറയണം, അങ്ങനെയൊക്കെ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് സോഷ്യൽ മീഡിയ ഭയങ്കര ഹൈപ്പ് കൊടുക്കുന്ന സമയത്ത് എനിക്ക് എന്താ അറിയില്ല, ആ സമയത്ത് നമ്മൾ പറയല്ലോ ചില നേരം നമുക്ക് പോലെ എന്താ അറിയാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവല്ലോ, അതിന്റെ റീസൺ അറിയാത്തൊരു ടൈം ഉണ്ടല്ലോ. ആ ഒരു ടൈമാണ് എനിക്ക് തോന്നുന്നത് ഞാൻ കലോത്സവത്തിന്റെ ആ ഒരു ബിസി ആ ഒരു ടൈമിലാണ് എല്ലാവരും ഫ്രണ്ട്സ് എല്ലാവരും പറഞ്ഞത്. അന്ന് ആ ഫ്രണ്ട്സിന്റെ ഇതിലാണ് ഈ റീൽസിനെ പറ്റിയിട്ടൊക്കെ കൂടുതൽ കേൾക്കാൻ അറിയുന്നത്. അപ്പൊ ഫ്രണ്ട്സ് പറഞ്ഞു ഇങ്ങനെ പാട്ട് പാടി നീ ഇത് നിന്നെ എല്ലാവരും അറിയും, ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ആണ് എന്നൊക്കെ പറഞ്ഞ് എന്നെ കൂടുതൽ പരിചയപ്പെടുത്തി തന്നത്. ഞാൻ ഫസ്റ്റ് ഞാൻ ഒരു അക്കൗണ്ട് തുടങ്ങി, ഞാൻ ഇട്ടു, ഒരുപാട് പേര് കമന്റ്സ് ഇട്ടു, ലൈക്ക് ഇട്ടു, ഒരുപാട് വ്യൂസ് കിട്ടി. പിന്നെ എനിക്കത് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു താല്പര്യം ഇല്ല, എനിക്ക് അങ്ങോട്ട് കൂടുതൽ തീരെ താല്പര്യമില്ല സോഷ്യൽ മീഡിയ. പിന്നെ എനിക്ക് അങ്ങോട്ട് അത് ഇല്ല, ലൈക്ക് ആ ഒരു ഇത് അങ്ങോട്ടേക്ക് ഇല്ലാണ്ടായി, ഇഷ്ടമില്ലാണ്ടായി പോയി. അല്ല, ഉപ്പ ഇടയ്ക്ക് പറയാറുണ്ട് ഈ സോഷ്യൽ മീഡിയ മാത്രമല്ല ഈ പ്രാക്ടീസിന്റെ കാര്യത്തിലും വലിയൊരു താല്പര്യക്കുറവ് കാണാറുണ്ട് എന്ന് ഉപ്പ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. ഞാൻ എപ്പോഴും ഇവരോട് പറയുന്നതാണ്, അത് ഇന്ന പാട്ടൊന്ന് പാടി നോക്ക്, ഒന്ന് ശ്രമിച്ചു നോക്ക്, അല്ലെങ്കിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്ക് എന്ന് പറഞ്ഞത്. അപ്പൊ പ്രാക്ടീസിനോടും സോഷ്യൽ മീഡിയയോടും ഒക്കെ ഒരു ഏതെങ്കിലും ഒരു പ്രോഗ്രാം വന്നു കഴിഞ്ഞാല് അതിലേക്ക് പാടാനുള്ള പാട്ട് അവള് അന്ന് മാത്രം ആ സമയത്ത് സെറ്റാക്കി അതവിടെ ആ പ്രോഗ്രാമിന്റെ സക്സസ് ആയി മാറുകയും ചെയ്യും. നമ്മൾ പണ്ട് സ്കൂളിൽ പരീക്ഷയ്ക്ക് പോകണ മാതിരി തലേന്നാണ് നമ്മളൊക്കെ അതെ, എന്റെ എല്ലാ പ്രോസസ്സും അങ്ങനെ. ഇപ്പൊ സ്കൂൾ കലോത്സവത്തിന് മാപ്പിളപ്പാട്ടിന് ഞാൻ പാടുന്നുണ്ടെങ്കിലും ഞാൻ ആ പരിപാടിന്റെ തലേ ദിവസം ഇരുന്നിട്ട് ആ പാട്ട് കേൾക്കുന്നതും പഠിക്കുന്നതും. പക്ഷെ എനിക്ക് ഫസ്റ്റ് ഞാൻ അതുകൊണ്ട് പിന്നെ ഞാൻ അധികം ഉണ്ടാക്കാറില്ല, അതിനെപ്പറ്റി ഒന്നും പറയാറില്ല. കാരണം അവളെ പെർഫോമൻസ് കാണുമ്പോൾ എനിക്ക് മനസ്സിലായി അവളത് അവിടെ ചെയ്തിട്ടില്ലെങ്കിലും ആ ഒറ്റ ദിവസം കൊണ്ട് അവളത് ഇപ്പോ അവളോട് ഏത് ആളിപ്പോ ഷാഹിദ് സലാം സെയ്തൽ എന്ന് പറയുന്ന സോങ് ഷാഹിദ് ഒരുപാട് ആളുകളോട് പാടിക്കാൻ ശ്രമിച്ചിട്ട് പാടിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അത് ഒരുപാട് വെറൈറ്റി സോങ് ആണ്. പക്ഷെ ഇവളെ ഒരൊറ്റ സോങ് പഠിച്ചെടുത്തു. ഷാഹിദ് വിചാരിച്ചതിനേക്കാളും നന്നായിട്ട് ഇവള് പാടി ആ പാട്ട് ഭയങ്കര ഹിറ്റ് ആവുകയും ചെയ്തു. വേണമെന്ന് വെച്ചാൽ നടക്കും. അപ്പൊ ടാലന്റ് ഇല്ലാത്ത പ്രശ്നമല്ല, യൂസ് ചെയ്യാത്ത പ്രശ്നം ആണെങ്കിലും സ്റ്റാർട്ടിംഗ് ഇല്ല, ഒരു ടൈം ആവട്ടെ, അപ്പൊ നമുക്ക് ചെയ്യാനും ഒരുപാട് ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ, ഒരുപാട് സിനിമകൾ കിട്ടട്ടെ പാടാനായിട്ട്, ഒരുപാട് ആൽബങ്ങളിൽ പാടട്ടെ, ലോകം അറിയപ്പെടുന്ന ഒരു ഗായികയാവട്ടെ, എല്ലാവിധ അനുഗ്രഹങ്ങളും നേരുന്നു. എങ്കിൽ നമുക്ക് രണ്ടുപേരും പാട്ടുകളെ പാടിയാലോ? ഞാനിപ്പോ ഇറങ്ങാൻ പോകുന്ന കാസർഗോഡ് ടു ഖത്തർ എന്ന് പറഞ്ഞ സിനിമയിലുള്ള എനിക്ക് പാടാൻ അവസരം കിട്ടിയൊരു പാട്ട്.
കല്യാണപ്പാട്ട് പോലത്തെ ഒരു പാട്ട് അത് പാടാം. മൈലാഞ്ചി കൈകളിൽ താളം, മധുരത്തിൻ ചുണ്ടിലോ നാടം, മധുപൂരണഞ്ചും പത്തിരനായി വരുന്നേ നല്ല പട്ടുകളി വാസുവിട്ട് മട്ടത്തിൽ കിട്ടിയ പന്തലിലേക്ക് വരുന്നേ. ആഹാ തക്കത്തിമി താളം, ആഹാ തക്കത്തിമി നീളം, കുപ്പി വളകിലും കിഴക്കും പട്ടുടയോടെ പടപടക്കും ചാട്ടുളി നീളിയോളം സുറുമകൾ എഴുതിയതാരാണ്. തത്തം വച്ചുണ്ടുകളിൽ മൂളും ഗസലുകളേതാണ്, മൈലാഞ്ചി കൈകളിൽ താളം, മധുരത്തിൽ ചുണ്ടിലോ നാളം. ഫിറോസ്കാർ, പിന്നെ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്യൂ മെലോഡി എന്റർടൈൻമെന്റ്സിന്റെ 5ാം വാർഷിക ആഘോഷത്തിൽ പെരുന്നാൾ ആഘോഷിക്കാനായിട്ടാണ് ഇപ്പോൾ ഫിറോസ്കാർ ക്യൂ മെലോഡിയുടെ കൂടെ ഈ പെരുന്നാൾ ക്യൂ മെലോഡിയുടെ കൂടെ ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ നാട്ടില് എത്തിയിട്ടുള്ളത്. ഫിറോസ്കാരുടെ ഇപ്പൊ പുതിയ അപ്കമിങ് പ്രൊജക്ട്സ് ഏതൊക്കെയാണുള്ളത് പുതുതായിട്ട് വരുന്നത്? ഒരെണ്ണം ഞാൻ പറഞ്ഞില്ല, ഞാൻ മോള് കൂടെ പാടുന്ന ഒരു ചെറിയൊരു കുഞ്ഞു സിനിമയാണ് നാട്ടിൽ. അതിന്റെ ഒരു വർക്കുണ്ട്. ഒരു പെരുന്നാൾ പാട്ട് ചെയ്യുന്നത് ഞങ്ങൾ എല്ലാവരും ചെയ്തിട്ടുണ്ട്. നായകൻ അതായിരിക്കും, പാടുന്നത് ഞാനിരിക്കുകയാണ്. പിന്നെ ആസിഫ് അലി നായകനാകുന്ന പുതിയ മൂവിയിലേക്കുള്ള 3 സോങ് വന്നിട്ടുണ്ട്. ഞാൻ ഇരുന്നിട്ടില്ല, അത് ഞാൻ നാട്ടിൽ ചെന്നിട്ട് റൂമെടുത്ത് ഇരിക്കാതെ പറഞ്ഞു, ഡയറക്ടറും ഇരിക്കാതെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരെണ്ണം ഞാനും സിത്താരയും കൂടെ പാടിയ ഒരു ആൽബം സോങ് ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അഭിനയിക്കുന്നുണ്ട്? ഇല്ല, നായകൻ ഞാൻ സിത്താരയും പാടുന്നത്. സിത്താര കിട്ടാൻ പ്രയാസമാണ്, ഉടനെ അവരുടെ വോയിസ് ഉണ്ട്. പിന്നെ ഇതാണ് പുതിയ പ്രൊജക്ട്സ് ആയിട്ട് ഉള്ളത്. അതിന്റെ കൂടെ ഈ സ്റ്റേജ് ഷോസ് ചെയ്യുന്നുണ്ട്. പലപ്പോഴും നിങ്ങളുടെ ഇൻസ്റ്റാ പേജിലും FB-യിലും ഒക്കെ കാണാറുണ്ട്. വിവിധ സ്ഥലത്ത് ഇപ്പൊ ലാസ്റ്റ് വയനാട് ഭാഗത്തൊക്കെ നടത്തിയിട്ടുള്ള പരിപാടികളെ കുറിച്ച് അതെങ്ങനെ പോകുന്നുണ്ട്? വളരെ ഒരു പേഴ്സണൽ ആയിട്ട് അല്ലെങ്കിൽ നിങ്ങളെ ഒരു പിന്നെ അടുത്ത ഒരു സുഹൃബന്ധത്തിൽ ചോദിക്കുകയാണ്, ഈ സംഗീതം അല്ലെങ്കിൽ ഈ ഗായകൻ എന്ന ഒരു വേഷത്തിനപ്പുറത്തേക്ക് ഫിറോസ്കാരൻ വേറെ ഏതെങ്കിലും, അതായത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും, ഫാമിലി, മറ്റുള്ള കാര്യങ്ങൾ, വേറെ എന്തെങ്കിലും ജോബ് ചെയ്യുന്നുണ്ട്? ഇപ്പൊ നമ്മുടെ റോക്ക ബിസിനസ്സുകാരനാണ്, അതിന്റെ ഒപ്പം സംഗീതത്തെ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞതുപോലെ ആ ഒരു ചോദ്യത്തിലേക്കാണ് വരുന്നത്. ഫിറോസ്കയെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. 20 കൊല്ലമായിട്ട് ഈ ഫീൽഡിലുണ്ട് എന്ന് പറയുന്ന ഒരാളാവുമ്പോൾ അതിന്റെ കൂടെ മറ്റുള്ള ജോലികൾ അല്ലെങ്കിൽ ഇത് സംഗീതം മാത്രമായിട്ടാണ് പോകുന്നത്? എന്റെ ജീവിതം സംഗീതം മാത്രമാണ്. ഓർമ്മ വെച്ച കാലം മുതൽ പാട്ട്, സ്റ്റേജ്, ഇപ്പൊ റെക്കോർഡിംഗ് സ്റ്റുഡിയോ നടക്കുന്നുണ്ട്. അവിടെ ഈ കുഞ്ഞുമക്കളുടെ ബർത്ത്ഡേ സോങ്സും കാര്യങ്ങളൊക്കെ ഓർഡർ വരും. അതൊക്കെ ലൈഫിന്റെ ഭാഗമായിട്ട് പോകുന്നു. പിന്നെ സ്റ്റുഡിയോയുടെ പുറത്തുള്ള വർക്കുകൾ എടുക്കും, എന്റേതായ വർക്കുകൾ ചെയ്യും. മുഴുവൻ സംഗീതമായിരുന്ന ലൈഫ്. സംഗീതം ഉപജീവന മാർഗമാക്കിക്കൊണ്ട് ജീവിക്കുന്ന പാവം കലാകാരൻ. അതിലെ ഫാമിലിയുടെ ഭാഗത്ത് സപ്പോർട്ടാണ്, ഫുള്ളി സപ്പോർട്ടാണ്. ഇനി അഭി ഞെട്ടാൻ പോകുന്ന ഒരു വിശേഷം പറയട്ടെ. തീർച്ചയായും ഞാനൊരു ഉപ്പാപ്പയായി. മോള് പ്രസവിച്ചു, മകള് പ്രസവിച്ചു. ഈ കലാകാരന്മാർക്ക് പൊതുവെ പ്രായം തോന്നിക്കില്ല എന്നുള്ളതാണ് പറയാൻ. അല്ല, അതായത് സംഗീതം, അതിപ്പോ പാട്ട് ഗായകനായിക്കോട്ടെ ആങ്കർ ആയിക്കോട്ടെ, അവർക്കൊന്നും പെട്ടെന്ന് പ്രായം തോന്നിക്കില്ല. റിവേഴ്സ് ഗിയറിൽ അതെ, അത് കരയുള്ളതുകൊണ്ട് റിവേഴ്സ് ഗിയറിലേക്കാണ് പോകാൻ. അതിപ്പോ ഫിറോസ്ഖാനെ കണ്ട പറയില്ല, പക്ഷെ അഭിചേട്ടനെ കണ്ട പറയില്ല. ഉപ്പയാണെന്ന് പറയില്ല എന്നാണ് പറഞ്ഞത്, അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോ ഒരു പിന്നെ ഗ്രാൻഡ് ഫാദർ ആവുന്നു. ഗ്രാൻഡ് ഫാദർ ആണ് ഇപ്പൊ നിലവിൽ. മോളെ പേരക്കുട്ടിയുടെ ഇവിടെ മോളും ഒക്കെ ഇവിടെ. ഓക്കെ, അപ്പോ ഇനി ഈ പരിപാടിയിലേക്ക് അതുപോലെ തന്നെ നമ്മുടെ റോഫ്ഖാന്റെ ക്ഷണം സ്വീകരിച്ചിട്ടാണ് ഇപ്പൊ ഈ പരിപാടിയിലേക്ക് എത്തിയിട്ടുള്ളത്. ആ പരിപാടിയിൽ എത്തുന്ന ഞങ്ങളെല്ലാവരും ഒരു ഫിറോസ്ഖയെ ഇഷ്ടപ്പെടുന്ന, സംഗീതത്തെ ഇഷ്ടപ്പെടുന്ന ഖത്തർ മലയാളികളായിട്ടുള്ള ഒരുപാട് പേർ
വലിയൊരു പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഈ ഒരു പരിപാടിയെ നോക്കിക്കാണുന്നത്. കാരണം ഇപ്പം ഔട്ട് ചെയ്തിട്ടുള്ള അത്തരത്തിലുള്ള വലിയ ഒരു പ്രൊഫഷണൽ ഒരു സ്റ്റേജ് ഷോ ഒന്നും ഈ പെരുന്നാളിന് ഇല്ല എന്നുള്ളതാണ്. അപ്പൊ കൂടുതൽ ആളുകളും ഇത്തരത്തിലുള്ള ഒരു ആഘോഷ പരിപാടിക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുക ഈ ഒരു പരിപാടിയിലാണ്. അവിടെയാണ് ഒരു സ്റ്റാർ സിംഗറായിട്ട് ഫിറോസ് നാദാപുരം എന്ന ഗായകൻ എത്തുന്നത്. നിങ്ങളെ ഒരുപാട് പേര് ഈ കഴിഞ്ഞ 20 വർഷക്കാലത്തെ നിങ്ങളുടെ സംഗീതത്തിൽ ഒരുപാട് പേരുകൾ 100ഓളം സ്റ്റേജ്, 100ന്റെ ഒക്കെ മുകളിൽ എത്രയോ സ്റ്റേജുകൾ നിങ്ങൾ കവർ ചെയ്ത് പോയിട്ടുണ്ട്. അവിടെയൊക്കെ ഏത് സ്റ്റേജിൽ പോകുമ്പോഴും ഒരു ഗായകനെ സംബന്ധിച്ചിടത്തോളം ഒരു പാട്ട് ഫേവറേറ്റ് ആയിട്ടുണ്ടാവും, അതായത് ഓഡിയൻസിനും ഫേവറേറ്റ് ആയിട്ടുണ്ടാവും. ഏറ്റവും കൂടുതൽ നിങ്ങൾ അവതരിപ്പിക്കുന്ന സ്റ്റേജ് ഷോസിലൊക്കെ ഏറ്റവും കൂടുതൽ നിങ്ങളോട് പാടാൻ ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു പാട്ട്? ഞാനൊരു കാര്യം പറയാം. ഫിറോസ് പാടുന്നതിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത് കുമാർ സാറിന്റെ ശബ്ദവുമായിട്ട് നല്ല മാച്ചാണ് ഫിറോസിന്റെ പാട്ട്, ഹിന്ദി പാട്ടുകൾ. അത് നമുക്ക് പലപ്പോഴും ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. അല്ല, ഇപ്പൊ നാട്ടിലാണെന്നുണ്ടെങ്കിലും GCC രാജ്യങ്ങളിലും ഒരുപാട്, ഇപ്പൊ ദുബായിലും അവിടെയൊക്കെ എല്ലാ പരിപാടികളിലും നിങ്ങൾ പങ്കെടുക്കാറുണ്ട്. നാട്ടിലും അതുപോലെ തന്നെ എങ്ങനെ പോയി കഴിഞ്ഞാലും ഞാൻ മനസ്സിലാക്കുന്നത് മാസത്തിൽ ഒരു 4-5 പരിപാടികളൊക്കെ, എല്ലാ വീക്കെൻഡ്സിലും ഒക്കെ 10 പരിപാടികളൊക്കെ എന്തായാലും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിൽ പോകുമ്പോ ഓഡിയൻസിന്റെ ഇടയിൽ നിന്ന് ഒരു റിക്വസ്റ്റ് വരാറുമല്ലോ സ്വാഭാവികമായിട്ട്. ഞാൻ പറഞ്ഞത് ഇപ്പൊ ഒരു 10 സ്റ്റേജ് ചെയ്യുമ്പോൾ 10 സ്റ്റേജിലും വരുന്ന ഒരു റിക്വസ്റ്റഡ് സോങ് ഏതായിരിക്കും എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞത് കറക്റ്റ് ആണ്. ഞാൻ കൂടുതൽ റിസോർട്ട് പ്രോഗ്രാമുകൾ ചെയ്യാറുണ്ട് വയനാട്ടിൽ. അതിലധികം ഉണ്ടാവുക ഉത്തരേന്ത്യൻ ആൾക്കാരെ. അപ്പൊ അവര് ഹിന്ദി സോങ്സ് ആണ് ആവശ്യപ്പെടാതെ അങ്ങനെ കുമാർ സാറിന്റെ പാട്ടുകൾ പാടുന്നതല്ലാതെ ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് പ്രവാസ ലോകത്തും ഇന്ത്യയിലും എവിടെയും വന്നിട്ടുള്ളത് ഒരൊറ്റ പാട്ടാണ് ലൈല ലൈല. അത് എന്താണെന്നറിയില്ല, 20 വർഷമായിട്ട് ഇപ്പോഴും അത് പാടുമ്പോഴേ ആൾക്കാർക്ക് ഒരു വൈബിലേക്ക് അങ്ങോട്ട് കയറുക ആൾക്കാർ. അപ്പൊ അതിന് നമുക്ക് അക്ഷരം തെറ്റാതെ നമുക്ക് പറയാം, ഫിറോസ് നാദാപുരത്തിനെ ഫിറോസ് നാദാപുരമാക്കിയത് എന്ന് ഈ പാട്ട്. ആ പാട്ട് പറഞ്ഞില്ലേ നന്ദികളായി. എനിക്ക് അന്നം തന്ന പാട്ടെന്ന് പറയാം. ഒരിക്കൽ കൂടി ആ പാട്ടിന്റെ 2 വരികളിലേക്ക്, അത് ഒരു അനുപല്ലവി, ആദ്യം അതിന്റെ തുടക്കം നിങ്ങൾ പാടി ഒരു അനുപല്ലവി എന്നുള്ള ഒരു 2 വരി. അതിന്റെ വേറൊരു വിശേഷം കൂടി പറയട്ടെ. അതിന്റെ റീമിക്സ് വേർഷൻ കോഴിക്കോട് മില്ലേനിയം ഓഡിയോസ് അവര് പിറക്കാൻ പോകുന്നുണ്ട്. അത് വലിയ പ്രൊജക്റ്റ് ആയിട്ടാണ് അവർ ചെയ്യുന്നത്. ഇപ്പൊ 5 ദിവസം ഷൂട്ടാണ് എല്ലാം വെച്ചിട്ട് ചെയ്യുന്നവര്. കേരളം മുഴുവൻ ഇന്ത്യ മൊത്തം അത് ഇറങ്ങാൻ പോകണം. റീമിക്സ് അനുപല്ലവി അല്ലേ? ഏറെ മജ്ബൂറായി നിന്നെ കാത്ത് കാത്ത് ദുനിയാവേ, നീറും വ്യസനത്താൽ നിന്നെ തേടി ഞാൻ ഇന്നലയുന്നു. പതിവായി കാണും കിനാക്കളെല്ലാം നീയല്ലേ എന്റെ ആകൃതാരിൽ നിന്നും പൊന്നിൻ മജൂലേ. ലൈല ലൈല നീ എൻ കൽബാ, ഞാനും നീയും പണ്ടേ മുഹബത്തായി എല്ലാം മറന്നു, നീ ഇന്നകന്നോ എന്നെ വിരുത്തോ പറയൂ ഹാജത്തേ. ഈ പാട്ടൊരു കോമഡി ഞാൻ പറയട്ടെ. എന്നോട് എല്ലാവരും ചോദിക്കുന്ന വിഷയം നിങ്ങളുടെ ഭാര്യയുടെ പേര് ലൈല എന്നാണ്. ഒരിക്കലല്ല, എന്റെ ഭാര്യയുടെ പേര് ഹഫ്സത്ത് എന്നാണ്. അപ്പൊ എന്തുകൊണ്ട് ലൈല? അതൊരു മ്യൂസിക്കൽ വേർഡാണ് ആ പേര് ലൈല. ഏത് പാട്ടിലും ഒരുപാട് പാട്ടുണ്ട് ലൈല. അതുകൊണ്ടാണ് ആ പാട്ടിന്റെ ആ പേര് നമ്മൾ ആ പാട്ടിന് തിരഞ്ഞെടുത്തത്. ലൈല മജ്നു എന്ന് ശരിക്കും ആയത്തൊന്ന് രാവിലെ ചരിത്രമുണ്ട്. ഒരു ഏറ്റവും മികച്ച പ്രണയിതാക്കൾ അല്ലെങ്കിൽ റൊമാൻറ്റിക് ഹീറോസ് എന്ന് പറയുന്നത് ലൈലയും മജ്നുവാണ്. അതുകൊണ്ടായിരിക്കാം സംഗീതത്തില് ലൈല എന്നുള്ള ഒരു പേരിന് ഇത്ര പ്രാധാന്യം നൽകുന്നത്. എനിവേ, ഫിറോസ് നാദാപുരം എന്ന ഗായകൻ, ഫിറോസ് നാദാപുരം എന്ന സംഗീത സംവിധായകൻ കൂടുതൽ ഉയരങ്ങളിലേക്ക് ഇപ്പോൾ അപ്കമിങ് പ്രൊജക്ട്സുകൾ വരുന്നുണ്ട്. അത്തരത്തിലുള്ള പ്രൊജക്ട്സുകൾ ഇനിയും നിറയെ പ്രൊജക്ടുകൾ വരട്ടെ, വേദികൾ പങ്കിടാൻ കഴിയട്ടെ, സാധിക്കട്ടെ, കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ. ഞങ്ങൾ ഇപ്പോൾ തുടക്കത്തിൽ ഒരു 4 സിനിമകളിലാണ് ഇപ്പോൾ താങ്കളുടെ ശബ്ദവും അതുപോലെ തന്നെ സംഗീത സംവിധാനത്തിന്റെ ഭാഗമായിട്ടൊക്കെ 4 സിനിമകളിലാണ് എത്തിയത്. ഇനി കേരളം അല്ലെങ്കിൽ മലയാളികൾ, ഇന്ത്യ ഒട്ടാകെയുള്ള എല്ലാ മലയാളികളും അറിയട്ടെ, മികച്ച ഒരു സംഗീത സംവിധായകനായി, മികച്ച ഒരു ചലച്ചിത്ര പിന്നണി ഗായകനായി ഫിറോസ് നാദാപുരം
ഉയർന്നു വരട്ടെ, ഇനിയും കൂടുതൽ കൂടുതൽ വേദികൾ ലഭിക്കട്ടെ, അറിയപ്പെടുന്ന ഒരു ഗായകനായി മാറട്ടെ എന്ന് ജസ്റ്റ് റൈറ്റ് മീഡിയക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ന്യൂ മെലോഡി എന്റർടൈൻമെന്റിന്റെ ഒരു പ്രോഗ്രാം വരുന്നുണ്ടെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞു. അപ്പൊ എന്തൊക്കെയാണ് അതിന്റെ ഷെഡ്യൂളും കാര്യങ്ങളും? ഞങ്ങൾ കൃത്യം 5 മണിക്ക് തന്നെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാനാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. കാരണം അത്രത്തോളം പ്രോഗ്രാമുകൾ അതിനകത്തുണ്ട്. അപ്പൊ അതുകൊണ്ട് കൃത്യം 5 മണിക്ക് തന്നെ തുടങ്ങിയെങ്കിലേ നമുക്ക് ആ പ്രോഗ്രാം മൊത്തത്തിൽ അവിടെ പ്രസന്റ് ചെയ്യാൻ കഴിയുള്ളൂ. അവൻ മെയിനായിട്ട് നമ്മളെ ഫിറോസ് നാദാപുരം ടീം അവതരിപ്പിക്കുന്ന സംഗീത നിശ, അതായത് ഇവിടുത്തെ ഖത്തറിലെ പ്രമുഖരായിട്ടുള്ള സിംഗേഴ്സാണ് അതിനകത്തുള്ളത്. പിന്നെ അത് കൂടാതെ നമ്മളെ 10 ആൽബം അന്ന് അവിടെ ലോഞ്ച് ചെയ്യാം. ഈ ലോഞ്ച് ചെയ്യുന്ന ഓരോ പാട്ടും ഓരോ വെള്ളിയാഴ്ചകളിലും നമ്മൾ മലബാർ പെട്ടിക്കട എന്ന യൂട്യൂബ് ചാനലിലാണ് അതിന്റെ അപ്ലോഡിങ് വരുന്നത്. അത് എവറി ഫ്രൈഡേ ഓരോ സോങ് വെച്ചിട്ട് അതിൽ അപ്ലോഡ് ചെയ്യും. പിന്നെ ഇതിന്റെ കൂടെ ഞങ്ങൾ 2 ഒപ്പനയുണ്ട്, പിന്നെ 2-3 ഡാൻസ്, പിന്നെ സിംഗിൾ ഡാൻസും ഗ്രൂപ്പ് ഡാൻസും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു പ്രോഗ്രാം ഉണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഫ്ലവേഴ്സ് ടിവിയിലെ ഫെയിം ആയിട്ടുള്ള റഷീദൻ ടീമിന്റെ സ്പോട്ട് ഡബിങ് ഉണ്ട്. പിന്നെ കോൽക്കളി ഉണ്ട്. ഒരു കുറെ കാലത്തിന് ശേഷമാണ് ഇപ്പൊ നമ്മള് ഒരു കോൽക്കളി സ്റ്റേജിൽ കൊണ്ടുവരുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു 2 വർഷമായിട്ട് ഇവിടെ ഖത്തറിൽ അങ്ങനെ ഒരു പ്രോഗ്രാമിൽ ഇപ്പൊ അത് കണ്ടിട്ടില്ല. പിന്നെ നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തത് ഫിറോസിന്റെ കൂടെ തന്നെ സിന്ധു പ്രേംകുമാറിനെയും കൂടി നമ്മൾ ഈ പ്രോഗ്രാമിലേക്ക് കൊണ്ടുവരണം എന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യം കൊണ്ട് നമുക്കത് പറ്റിയില്ല. അധികം വൈകാതെ തന്നെ നമ്മൾ അടുത്ത പ്രോഗ്രാമിൽ സിന്ധു പ്രേംകുമാറിനെ നമ്മൾ പങ്കെടുപ്പിക്കും. അങ്ങനെ ഒരു പ്ലാനിങ് കൂടി ഉണ്ട്. അപ്പം എല്ലാവരും കൃത്യം 5 മണിക്ക് തന്നെ അവിടെ ഉണ്ടാവണം എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെ ആഗ്രഹം. കാരണം എന്തായാലും 5 മണിക്ക് നമ്മൾ പരിപാടി സ്റ്റാർട്ട് ചെയ്യും. അപ്പം എല്ലാവരെയും ആ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുകയാണ്. വരുന്നവർക്ക് എന്തായാലും ഒന്നും നോക്കേണ്ടി വരില്ല. ഇത് നമ്മൾ ഈ പെരുന്നാൾ ക്യൂമലറ്റി തൂക്കിയിരിക്കും. മെയ് 29 വെള്ളിയാഴ്ചയാണ്. മെയ് 29 ചിലപ്പോൾ 2ാം പെരുന്നാളാകും, ചിലപ്പോൾ 3ാം പെരുന്നാളാകും. ന്യൂ മെലോഡിയ എന്റർടൈൻമെന്റ്സിന്റെ ഈ പെരുന്നാളിന് വരുന്ന ഈദിൻ കിസ്സ 2.0 എന്ന പരിപാടിയുടെ ഭാഗമായിട്ടാണ് നമ്മുടെ വിശിഷ്ട അതിഥിയായിട്ട് ഇവിടെ ഫിറോസ് നാദാപുരം, അതുപോലെ തന്നെ ഖത്തറിലെ പ്രമുഖ ഗായകരെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് അതിഗംഭീരമായിട്ടുള്ള ഒരു സംഗീത നിശയും ഈ പരിപാടിയിൽ വരുന്നുണ്ട്. അതോടൊപ്പം നൃത്ത രൂപങ്ങളൊക്കെ കലാകാരന്മാരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വിവിധ തരത്തിലുള്ള വിവിധ ജോണറിലുള്ള നമ്മുടെ പിന്നെ ക്ലാസിക്കല്, സെമി ക്ലാസിക്കല്, ഒപ്പന, സ്കിറ്റുകൾ, അതുപോലെ മിമിക്രി, സ്പോട്ട് ഡബിങ് തുടങ്ങിയിട്ടുള്ള എല്ലാ പരിപാടികളും ഒരു സദ്യ വട്ടം ഒരുക്കി വെച്ചിരിക്കുകയാണ് ഈ പെരുന്നാളിന് ന്യൂ മെലോഡിയ എന്റർടൈൻമെന്റ്സ്. അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ പങ്കെടുത്ത് ഇവിടെ ഇതിന്റെ ഭാരവാഹികളൊക്കെ തന്നെ ഇവിടെ എത്തിയിട്ട് ഇത് അറിയിച്ചിട്ടുള്ളത്. അതിൽ പങ്കെടുക്കുന്ന ഗസ്റ്റ് അടക്കം നമ്മളടുത്ത് വന്നു അദ്ദേഹത്തിന്റെ കുറെ കാര്യങ്ങൾ നമ്മളോട് വിശദമായിട്ട് സംസാരിച്ചു. അതുപോലെ തന്നെ ദ അപ്കമിങ് സിംഗർ, സ്റ്റാർ സിംഗറായിട്ട് വരുന്ന നമ്മുടെ പ്രിയ കൊച്ചു ഗായിക ഹിബ, അതുപോലെ ന്യൂ മെലോഡിയ എന്റർടൈൻമെന്റ്സിന്റെ അഡ്മിനും ഫൗണ്ടറുമായിട്ടുള്ള ശ്രീ റൌഫ് മലയിൽ, ഈ പ്രോഗ്രാമിന്റെ ഈദിൻ കിസ്സ 2.0 എന്ന പ്രോഗ്രാമിന്റെ പ്രോഗ്രാം ഡയറക്ടറായിട്ടുള്ള ശ്രീ CPA ജലീൽ, എല്ലാവരും ഈ നമ്മുടെ ഈ ഒരു സംസാരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു സംഭാഷണത്തിൽ നിങ്ങൾ പങ്കെടുത്തു, നിങ്ങളുടെ മനസ്സ് തുറന്നു. വളരെയധികം സന്തോഷമുണ്ട്. നമ്മുടെ ഗായകരുടെ, കലാകാരന്മാരുടെ ഒക്കെ അവരുടെ അപ്കമിങ് പ്രൊജക്ട്സിനെ കുറിച്ച് വളരെ വിശദമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. കലാകാരന്മാരായാലും അതുപോലെ തന്നെ ഇതിന്റെ ഭാരവാഹികളായാലും ഫൗണ്ടറായാലും എല്ലാവർക്കും ഇനിയും നിങ്ങൾ കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ. നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ പ്രോഗ്രാമുകൾ ചെയ്യാൻ സാധിക്കട്ടെ. അതുപോലെ തന്നെ ഇനിയും ഖത്തർ മലയാളികളുടെ ഇടയിൽ നിന്നും ഒറ്റ പേര് ഉയർന്നു കേൾക്കട്ടെ, ന്യൂ മെലോഡിയ എന്റർടൈൻമെന്റ്സ്, വൺ ആൻഡ് ഓൺലി. ഇത് നേരെ മറിച്ച് നമ്മുടെ ഇവിടെ ഒരുപാട് എന്റർടൈൻമെന്റ്സും ഇവന്റ് മാനേജ്മെന്റ് ടീമുകളൊക്കെ ഉണ്ടാവും. പക്ഷെ ഞാൻ മനസ്സുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത്, നേരത്തെ ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യം റൌഫ്ക പറയുണ്ടായി, ന്യൂ മെലോഡിയ എന്റർടൈൻമെന്റ്സ് പുതിയ ഗായകരെ അല്ലെങ്കിൽ പുതിയ കലാകാരന്മാരെ തെരഞ്ഞ് കണ്ടുപിടിച്ച് അവർക്ക് വേദി കൊടുത്ത് അവരെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ലക്ഷ്യം എന്നുള്ളത് അതുകൊണ്ട് തന്നെ ന്യൂ മെലോഡിയ എന്റർടൈൻമെന്റ്സ് എന്ന ഈ ഒരു ടീം ഒരു ജനകീയ ടീമായിട്ടായിരിക്കും നമുക്ക് ഖത്തറിൽ അറിയപ്പെടേണ്ടത്. സാമ്പത്തിക ലാഭങ്ങളോ സാമ്പത്തിക
ഇതൊന്നും നമ്മൾ പ്രതീക്ഷിക്കാതെയാണ് തികച്ചും ആ കലയെ മാത്രം മനസ്സിൽ നെഞ്ചേറ്റിയിട്ട് അത്തരത്തിലുള്ള കഴിവിട്ട ആളുകളെ പൊതുരംഗത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ക്യൂ മെലോഡിയ എന്റർടൈൻമെന്റ്സ് എന്നുള്ളത് ഒരു ജനകീയ കൂട്ടായ്മയായിട്ട് മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ജസ്റ്റ് റൈറ്റ് മീഡിയയ്ക്ക് വേണ്ടി നിങ്ങളോട് ആശംസകൾ അർപ്പിക്കുന്നത്, അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നത്. താങ്ക് യു സോ മച്ച്. തീർച്ചയായിട്ടും ഖത്തറിൽ എനിക്ക് ഒരുപാട് പേരുടെ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. തുടക്കം മുതൽ ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവർക്കൊക്കെ നന്ദി പറയാണ്. പക്ഷെ ആദ്യമായിട്ടാണ് ഒരു മീഡിയ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത്. അതിന് ജസ്റ്റ് റൈറ്റ് മീഡിയക്കിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഇതുപോലുള്ള സപ്പോർട്ടുകളാണ് ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാരെ വളർത്തിക്കൊണ്ട് വരുന്നത്. എന്തായാലും ഒരുപാട് നന്ദി ജസ്റ്റ് റൈറ്റ് മീഡിയ. ഒരുപാട് സ്റ്റേജുകളിൽ നമ്മൾ ഒന്നിച്ചിട്ടുണ്ട്. താങ്ക് യു ആര്യ. പിന്നെ നല്ലൊരു പ്ലാറ്റ്ഫോമിൽ എൻ്റെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ ഖത്തറിൽ തന്നത് ജസ്റ്റ് റൈറ്റ് മീഡിയയാണ്. പ്രത്യേകം മനസ്സിൽ തൊട്ട് ഹൃദയം തൊട്ട് നന്ദി പറയുകയാണ്. അതുപോലെ ഹബിക്കും ആര്യയ്ക്കും ക്യാമറ ഫിറോസ്. താങ്ക് യു സോ മച്ച്.